ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈഫ് ജേണി PSലേക്ക് സ്വാഗതം. നമ്മളിന്ന് HST സോഷ്യൽ സയൻസ് സിലബസിലെ പാർട്ട് ബി മൊഡ്യൂൾ ഫസ്റ്റിലെ ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററിയാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ചരിത്രത്തിൻ്റെ ജന്മഭൂമി എന്നറിയപ്പെടുന്നത് ഗ്രീസാണ്. ഹിസ്റ്ററി എന്ന വാക്കുണ്ടായത് ഹിസ്റ്റോറിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഹിസ്റ്റോറിയ എന്ന വാക്കിൻ്റെ അർത്ഥം അറിവ്, ഗവേഷണം, അന്വേഷണം, വിശദീകരണം എന്നിങ്ങനെയാണ്. അപ്പം ഗ്രീസിൻ്റെ പ്രത്യേകത എന്താണ്? ചരിത്രത്തിൻ്റെ ജന്മഭൂമി എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ്? ഗ്രീസാണ്. അതേപോലെ തന്നെ ഹിസ്റ്റോറിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഏത് വാക്കുണ്ടായത്? ഹിസ്റ്ററി എന്ന വാക്ക് ഉണ്ടായത്. ഹിസ്റ്ററി എന്ന പദം ഏത് പദമാണെന്നാണ് പറഞ്ഞത്? ഗ്രീക്ക് പദമാണ്. അപ്പം ഈ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം എന്താണ്? അറിവ്, ഗവേഷണം, അന്വേഷണം, വിശദീകരണം എന്നിങ്ങനെയാണ് ഹിസ്റ്റോറി എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഇപ്പം പഠിക്കുന്നത്? ചരിത്രത്തിനെക്കുറിച്ചല്ലേ പഠിക്കുന്നത്. അപ്പം ചരിത്രത്തിൻ്റെ പിതാവ് നമുക്കറിയാം ആരാണ്? ഹെറോഡോട്ടസ് ആണ്. അപ്പം ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? ഹെറോഡോട്ടസ്. അപ്പം നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന ആരെക്കുറിച്ചിട്ടാണ്? ഹെറോഡോട്ടസിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പം നോക്കാം. BC 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് ആര്? ഹെറോഡോട്ടസ്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണ് 484 BC, 425 BC. ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ചരിത്രത്തിൻ്റെ പിതാവ് എന്ന് ഹെറോഡോട്ടസിനെ വിശേഷിപ്പിച്ചത് സിസറോ ആണ്. ഹെറോഡോട്ടസിൻ്റെ കൃതിയാണ് ഹിസ്റ്റോറിക്ക. ലോകത്തിലെ ആദ്യത്തെ ചരിത്രകൃതിയാണ് ഏതെന്ന് പറയുന്നത്? ഹിസ്റ്റോറിക്ക. അപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്? ഈ ഹെറോഡോട്ടസ് എത്രാം നൂറ്റാണ്ടിലാണ് ജനിച്ചത്? 5-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ ജനനമാണ് 484 BC, മരണം 425 BC-യിലുമാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഹെറോഡോട്ടസിനെ എന്താണ് വിശേഷിപ്പിക്കുന്നത്? ചരിത്രത്തിൻ്റെ പിതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നതെന്ന്. അപ്പം ഈ ഹെറോഡോട്ടസിനെ ചരിത്രത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് സിസറോ. ആരാണ്? സിസറോ ആണ് ചരിത്രത്തിൻ്റെ പിതാവ് എന്ന് ഹെറോഡോട്ടസിനെ വിശേഷിപ്പിച്ചത്. അതേപോലെ തന്നെ ഈ ഹെറോഡോട്ടസിൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് ഏത്? ഹിസ്റ്റോറിക്ക എന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ ചരിത്രകൃതിയാണ് എന്തെന്ന് പറയുന്നത്? ഹിസ്റ്റോറിക്ക എന്ന് പറയുന്നത്. ഹെറോഡോട്ടസിനെ കുറിച്ച് പറഞ്ഞത്രയും മനസ്സിലായല്ലോ. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ആധുനിക ചരിത്രത്തിൻ്റെ പിതാവ് ലിയോപോൾ വോൺ റാങ്കെയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതിയാണ് ലോക ചരിത്രത്തിൻ്റെ രഹസ്യം. ശാസ്ത്രീയ ചരിത്ര പിതാവാണ് തൂസിസൈഡ്സ്. പ്രശസ്ത കൃതിയാണ് പെലോപ്പൊനേഷ്യൻ യുദ്ധചരിത്രം. അപ്പം ചരിത്രത്തിൻ്റെ പിതാവാരാണ്? ഹെറോഡോട്ടസ്. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയാണ് ഹിസ്റ്റോറിക്ക. അതേപോലെ തന്നെ ആധുനിക ചരിത്രത്തിൻ്റെ പിതാവ് ആരാണ്? ലിയോപോൾ വോൺ റാങ്കെ എന്നാണ് നമ്മൾ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതി ഏതാണെന്നാണ് പറഞ്ഞത്? ലോക ചരിത്രത്തിൻ്റെ രഹസ്യം. അതേപോലെ തന്നെ ശാസ്ത്രീയ ചരിത്ര പിതാവ് ആരാണ്? തൂസിസൈഡ്സ് ആണ്. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതി ഏതാണ്? പെലോപ്പൊനേഷ്യൻ യുദ്ധചരിത്രം. അടുത്ത നമ്മൾ 2 പഠനശാഖകളാണ് പരിചയപ്പെടുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഹിസ്റ്റോറിയോഗ്രാഫിയും ആന്ത്രോപോളജിയും. നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതാണ്, എന്നാലൊന്ന് പറയാം. ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ചരിത്രരചനയെക്കുറിച്ചുള്ള പഠനശാഖയാണ് എന്തെന്ന് പറയുന്നത്? ഹിസ്റ്റോറിയോഗ്രാഫി. ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ ഉത്ഭവം, പരിണാമം എന്നിവയെക്കുറിച്ചുള്ള പഠനശാഖയാണ് എന്തെന്ന് പറയുന്നത്? ആന്ത്രോപോളജി. അപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോ. അടുത്തത് നമുക്ക് ചരിത്രം എന്താണെന്ന് നോക്കാം. അതിൻ്റെ 2 ഡെഫിനിഷനാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം 2 ഡെഫിനിഷൻ നോക്കാം. മാനവരാശിയുടെ ജീവിതത്തിലെ അതുല്യമായ സംഭാവനയായ രേഖയാണ് ചരിത്രം. ആദ്യത്തെ ഡെഫിനിഷനാണ് എന്ത്? മാനവരാശിയുടെ ജീവിതത്തിലെ അതുല്യമായ സംഭാവനയായ രേഖയാണ് എന്തെന്ന് പറയുന്നത്? ചരിത്രം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡെഫിനിഷനാണ് പുരോഗതി രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? ചരിത്രം എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ഈ ചരിത്രത്തെ 3ആയിട്ട് തരംതിരിക്കാം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രീ ഹിസ്റ്ററി, പ്രോട്ടോ ഹിസ്റ്ററി, ഹിസ്റ്റോറിക് പീരീഡ്. ഏതൊക്കെയാണ്? പ്രീ ഹിസ്റ്ററി, പ്രോട്ടോ ഹിസ്റ്ററി, ഹിസ്റ്റോറിക് പീരീഡ്.
ആദ്യത്തെ നോക്കാം പ്രീ ഹിസ്റ്ററി. പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്നത് ചരിത്രാതീത കാലം, അതായത് കൃത്യമായി എഴുതപ്പെട്ട രേഖകൾ ഇല്ലാത്ത കാലഘട്ടമാണ്. എന്നു വെച്ചാൽ ഭൗതിക അവശിഷ്ടങ്ങളിൽ നിന്നുമാണ് കാര്യങ്ങൾ അന്നത്തെ കാലത്ത് മനസ്സിലാക്കിയത്. അപ്പം രണ്ടാമത്തിനാണ് പ്രോട്ടോ ഹിസ്റ്ററി. പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറയുന്നത് ചരിത്രാരംഭ കാലമാണ്. എഴുതപ്പെട്ട രേഖകളുണ്ട്, പക്ഷേ എന്ത് പറ്റില്ല, വായിക്കാൻ സാധിക്കുമായിരുന്നില്ല. അടുത്തത് ഹിസ്റ്റോറിക് പീരീഡ്. ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറഞ്ഞാൽ ചരിത്രകാലമാണ്. അപ്പം ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറഞ്ഞാൽ കൃത്യമായി എഴുതപ്പെട്ട കാലഘട്ടമാണ് എന്തെന്ന് പറയുന്നത്, ഹിസ്റ്റോറിക് പീരീഡ്. അപ്പോൾ അത് ഇത്രയും പറഞ്ഞത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഹിസ്റ്ററിയെക്കുറിച്ചുള്ള കുറച്ച് വ്യക്തികൾ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസ് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത്, മരിച്ചവരുടെ മേൽ നാം കാണിക്കുന്ന ചെപ്പടി വിദ്യയാണ് ചരിത്രം. ഇങ്ങനെ പറഞ്ഞത് വോൾട്ടെയർ. അടുത്തത്, ഒരിക്കലും മാറാത്ത ഭൂതകാലത്തെക്കുറിച്ചുള്ള പ്രസ്താവ്യമാണ് ചരിത്രം. ഇങ്ങനെ പറഞ്ഞത് അരിസ്റ്റോട്ടിൽ. അടുത്തത്, ചരിത്രം വികസിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ മഹാനാടകമാണ്. ഇങ്ങനെ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. അടുത്തത്, ചരിത്രം ഭൂതകാല രാഷ്ട്രീയവും രാഷ്ട്രീയം വർത്തമാനകാല ചരിത്രവുമാണ് എന്ന് പറഞ്ഞത് ജോൺ സീലിയാണ്. അപ്പം വോൾട്ടെയർ പറഞ്ഞത് എന്താണ്, മരിച്ചവരുടെ മേൽ നാം കാണിക്കുന്ന ചെപ്പടി വിദ്യയാണ് ചരിത്രം എന്ന് പറഞ്ഞ ആരാണ്, വോൾട്ടെയർ ആണ്. അരിസ്റ്റോട്ടിൽ എന്താണ് പറഞ്ഞത്, ഒരിക്കലും മാറാത്ത ഭൂതകാലത്തെക്കുറിച്ചുള്ള പ്രസ്താവ്യമാണ് ചരിത്രം എന്നാണ് ആര് പറഞ്ഞത്, അരിസ്റ്റോട്ടിൽ. ജവഹർലാൽ നെഹ്റു പറഞ്ഞ എന്താണ്, ചരിത്രം വികസിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ മഹാനാടകമാണ് എന്ന്. ജോൺ സീലി പറഞ്ഞതാണ് ചരിത്രം ഭൂതകാല രാഷ്ട്രീയവും രാഷ്ട്രീയം വർത്തമാനകാല ചരിത്രവുമാണെന്ന്. അടുത്തത് EH കാർ. അദ്ദേഹം പറഞ്ഞതാണ് വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള ഒരിക്കലും നിലയ്ക്കാത്ത സംഭാഷണമാണ് ചരിത്രം. അടുത്തത് ഫ്രാൻസിസ് ബേക്കൺ. അദ്ദേഹം പറഞ്ഞത് മനുഷ്യനെ വിവേകമുള്ളവനാക്കുന്ന ഒന്നാണ് ചരിത്രം. അടുത്തതായിട്ട് വിൽ ഡ്യൂറൻറ്റ്. കഴിഞ്ഞ കാലങ്ങളിലൂടെ മനുഷ്യനാർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം. അപ്പം EH കാർ എന്താണ് പറഞ്ഞത്, വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള ഒരിക്കലും നിലയ്ക്കാത്ത സംഭാഷണമാണ് ചരിത്രം എന്ന് പറഞ്ഞു. ഫ്രാൻസിസ് ബേക്കൺ എന്നാണ് പറഞ്ഞത്, മനുഷ്യനെ വിവേകമുള്ളവനാക്കുന്ന ഒന്നാണ് ചരിത്രമെന്ന് പറഞ്ഞു. വിൽ ഡ്യൂറൻറ്റ് എന്താണ് പറഞ്ഞത്, കഴിഞ്ഞ കാലങ്ങളിലൂടെ മനുഷ്യനാർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം. എല്ലാവർക്കും ഇത്രയും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.